ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ, ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് പൂർവ്വപിതാവായ അബ്രഹാമിനെക്കുറിച്ചാണ്. പൂർവ്വപിതാവായ അബ്രഹാം പൊതുവെ അറിയപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ ജീവിത മാതൃക കൊണ്ടും ദൈവത്തോടുള്ള അനുസരണവും വിധേയത്വവും വിശ്വസ്തത കൊണ്ടും എല്ലാവർക്കും മാതൃകയായിത്തീരുന്ന വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ അബ്രഹാമിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ ബാല്യത്തെക്കുറിച്ച് പരിശുദ്ധ വചനം പ്രത്യേകമായിട്ട് ഒന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും വചനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. തേരഹിൻ്റെ മകനായിട്ടാണ് അബ്രഹാം ജനിക്കുന്നത്. ദൈവസന്നിധിയിൽ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ട് അബ്രഹാം വളർന്നു വരുന്നു. അങ്ങനെ ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം എന്ന് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. തൻ്റെ ഭവനത്തെയും തൻ്റെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും വിട്ട് അബ്രഹാം ദൈവം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് അബ്രഹാം യാത്രയാകുന്നു. ദൈവവിളി അനുസരിച്ച് അബ്രഹാം യാത്രയാകുമ്പോൾ തൻ്റെ ഭാര്യ സാറായിയെ കൂടെ കൂട്ടുന്നു. അതോടൊപ്പം അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ അനന്തരവനായ ലോത്തും അബ്രഹാമിനോടൊപ്പം പോകുന്നു. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവഹിതമനുസരിച്ച് അബ്രഹാം മുന്നോട്ട് യാത്രയാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഒന്നാമത്, നീ ജനിച്ചു വളർന്ന സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം. രണ്ടാമതായിട്ട്, നിൻ്റെ സന്തതിയെ ഞാൻ ഈ ദേശത്തിന് അവകാശമാക്കി മാറ്റും. ഭൂമിയിലെ പൂഴി എപ്രകാരമാണോ അതുപോലെ എണ്ണമറ്റ സന്താനങ്ങളെ കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 3, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ അബ്രഹാമിനോട് വാഗ്ദാനം നടത്തിക്കൊണ്ട് അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. ഈ ഉടമ്പടിയിൽ മരണം വരെ വിശ്വസ്തനായിട്ട് അബ്രഹാം ജീവിക്കുകയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് നിൻ്റെ സന്തതിയെ ഞാൻ ഈ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റും എന്നുള്ളതാണ്. എണ്ണമറ്റ സന്താനങ്ങളെ കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുകയാണ്. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അബ്രഹാമിന് 75-ാം വയസ്സിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിക്കുന്നുവെങ്കിലും അബ്രഹാമിനൊരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അബ്രഹാമും സാറായിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടി. പക്ഷേ കുഞ്ഞിനെ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സാറായി അബ്രഹാമിനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പരിചാരകയായ ഹാഗാറിനെ നീ നിൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. അവളിൽ ജനിക്കുന്ന കുഞ്ഞിനെ നമുക്ക് നമ്മുടെ അവകാശിയാക്കി മാറ്റാം. അങ്ങനെ ഹാഗാറിൽ അബ്രഹാമിനൊരു കുഞ്ഞ് ലഭിക്കുന്നു. ആ കുഞ്ഞിന് ഇസ്മായേൽ എന്ന് ഇവർ പേരിടുന്നു. പക്ഷെ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം, സാറായിയുടെ പ്രിയപ്പെട്ട പരിചാരികയായിരുന്നു ഹാഗാർ എങ്കിലും തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ സാറായിയെ പുച്ഛിക്കുകയും അകറ്റി നിർത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഹാഗാറിനെ നമ്മൾ കാണുന്നു. അതിനുശേഷം പിന്നീട് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത പ്രകാരം
മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ ദൈവദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുകയും അബ്രഹാമിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്രനെ നൽകുകയും ചെയ്യുന്നു. അബ്രഹാമിനും സാറായിക്കും ഒരു പുത്രനെ ലഭിക്കുന്നു. ആ പുത്രനെ അവർ ഇസഹാക്ക് എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇസഹാക്കും ഹാഗാറിൽ നിന്ന് ജനിച്ച മകനായ ഇസ്മയേലും ഒരുമിച്ച് വളരുന്നു. പക്ഷേ ഇസഹാക്കും ഇസ്മയേലും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സാറ അബ്രഹാമിനോട് പറയുകയാണ്, എൻ്റെ മകൻ ഇതാ ആ അടിമപ്പെണ്ണിൻ്റെ മകനോടൊപ്പമാണ് ജീവിക്കുന്നത്. നാളെ എൻ്റെ മകനോടൊപ്പം ഈ അടിമപ്പെണ്ണിൻ്റെ മകനും ഈ ഭവനത്തിന് അവകാശിയായി മാറും. അതിനാൽ ഹാഗാറിനെയും ഇസ്മയേലിനെയും പുറത്താക്കുവാൻ. അങ്ങനെ അബ്രഹാം തൻ്റെ ഭവനത്തിൽ നിന്ന് ഹാഗാറിനെയും ഇസ്മയേലിനെയും പുറത്താക്കുന്നു. പിന്നീട് ഒരു ദിവസം അബ്രഹാം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകനായ ഇസഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ എനിക്ക് ബലിയർപ്പിക്കണം. ദൈവത്തോടുള്ള ആഴമായ വിശ്വാസവും അനുസരണയും ഉള്ള അബ്രഹാം എന്ന ആ മനുഷ്യൻ തൻ്റെ പിതൃസ്നേഹം, താൻ എത്രമാത്രം തൻ്റെ മകനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം മറന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി സ്വന്തം മകനെ ബലിയർപ്പിക്കുവാനായി തയ്യാറാവുകയാണ്. അങ്ങനെ അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാനായി മോറിയ മലയിലേക്ക് പോവുകയാണ്. മോറിയ മലയിൽ ബലിക്കല്ലൊരുക്കി തൻ്റെ പുത്രനെ അബ്രഹാം ആ ബലിവേദിയിൽ കിടത്തുന്നു. കൈകളും കാലുകളും ബന്ധിച്ച് തൻ്റെ പുത്രനെ ദൈവത്തിന് ബലിയർപ്പിക്കുവാനായി അബ്രഹാം കരങ്ങളിൽ കത്തിയെടുത്തുയർത്തുമ്പോൾ ദൈവം വിളിക്കുന്നു, അബ്രഹാം അരുത്, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും അബ്രഹാം കൂടുതലായിട്ട് തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നു. അബ്രഹാം ദൈവം കൊടുത്ത കുഞ്ഞാടിനെ ആ മലയിൽ ബലിയർപ്പിച്ച് ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ച് തിരികെ ഭവനത്തിലേക്ക് വരുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്നും മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ നന്മ എന്തായിരുന്നു? അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നന്മയെന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നിൻ്റെ പ്രിയപ്പെട്ടവരെയും നിൻ്റെ ഭവനത്തെയും ഉപേക്ഷിച്ച് നീ ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകണം. ഒരക്ഷരം പോലും മറുത്തു പറയാതെ, ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ ദൈവം എന്താണോ തന്നോട് ആവശ്യപ്പെട്ടത് അത് കൃത്യമായിട്ട് അബ്രഹാം ചെയ്യുകയാണ്. അബ്രഹാമിന് ചിന്തിക്കാം, ഞാൻ എൻ്റെ പിറന്ന നാടും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് പുതിയൊരു നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്കവിടെ ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടോ? ജീവിക്കുവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ഭാവി ജീവിതം വളരെ സംഘർഷഭരിതമായി നിൽക്കുകയാണ് അബ്രഹാമിൻ്റെ മുൻപിൽ. പക്ഷേ അബ്രഹാം തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവമാണ്. അതിനാൽ ഞാൻ എൻ്റെ പിറന്ന നാടും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവം ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകും. അബ്രഹാം ചെയ്തത് വളരെ ശരിയായിരുന്നു എന്ന് അബ്രഹാമിൻ്റെ യാത്രകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു. അബ്രഹാം ആരെയൊക്കെ കണ്ടുമുട്ടിയോ അവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയപ്പോൾ, ദൈവത്തോട് അനുസരണയും വിധേയത്വവും കാണിച്ചപ്പോൾ അബ്രഹാം ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവരും അവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പുതിയ നിയമത്തിൽ ഈശോ മിശിഹായെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവിക സമാനതകളൊന്നും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി കാണപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ
ആദി മാതാപിതാക്കൾക്ക് സംഭവിച്ച വീഴ്ചയെന്ന് പറയുന്നത് ദൈവത്തെ അവർ മറുതലിച്ചു എന്നുള്ളതാണ്. ദൈവത്തോടുള്ള അനുസരണം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഇവിടെ ഇതാ അബ്രഹാം ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എത്രമാത്രം നന്മയും അനുഗ്രഹവും ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിനെ പോലെ ദൈവഹിതത്തെയും ദൈവവചനത്തെയും അനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു ആഗ്രഹവും ഒരു പരിശ്രമവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി പറയും, നീ എങ്ങോട്ടായി പോകുന്നേ, നീ എന്താ ചെയ്യുന്നേ, നിനക്കുള്ളതൊക്കെ വിട്ട് നിൻ്റെ കംഫോർട്ട് സോൺസ് വേണ്ടാന്ന് വെച്ചിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ? അവിടെ നിന്നെ ആര് സംരക്ഷിക്കാനുണ്ട്? അവിടെ നിനക്ക് ആര് സൗഹൃദം പങ്കുവയ്ക്കാനുണ്ട്? നീ പോകുന്നത് നിനക്കറിയാത്തൊരു സ്ഥലത്തേക്കാണ്. അവിടെ നീ എന്തു ചെയ്യും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ആകുലതകളും ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി നമ്മുടെ മുൻപിൽ വെച്ചേക്കാം. പക്ഷെ അബ്രഹാം പറയുന്നുണ്ട്, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവഹിതത്തോട് അങ്ങ് ചേർന്ന് നിന്നോണം. രണ്ടാമതായിട്ട് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, അബ്രഹാം ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. അബ്രഹാം മറ്റാരിലും ആശ്രയിക്കുന്നില്ല. അബ്രഹാമിൻ്റെ ആശ്രയം മുഴുവൻ ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മുടെ ആശ്രയം ശരിക്കും എന്തിലാണ്? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ സൗഹൃദത്തിലാണോ? നമ്മുടെ സൗന്ദര്യത്തിലാണോ? നമ്മുടെ കുടുംബ മഹിമയിലാണോ? നമ്മുടെ ആരോഗ്യത്തിലാണോ? അതോ നമ്മുടെ പേരിലും പ്രശസ്തിയിലുമാണോ? അതോ ദൈവത്തിലാണോ? അപ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത് അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളെ സത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റണം. അബ്രഹാമിന് ഉണ്ടാകുന്ന ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അബീമലേക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ടേ അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, സാറ എൻ്റെ സഹോദരിയാണെന്ന്. സത്യം സത്യമായി അവതരിപ്പിക്കാതെ സത്യം അസത്യമായി അവതരിപ്പിക്കുകയാണ് അബ്രഹാം അവിടെ. അങ്ങനെ വലിയൊരു വിപത്ത് ആ രാജാവിന് മേൽ അബ്രഹാം വരുത്തി വെക്കുകയാണ്. അബ്രഹാമിൻ്റെ സഹോദരിയാണ് സാറ എന്ന് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അബ്രഹാമിൻ്റെ സഹോദരിയായ സാറായെ സ്വീകരിക്കുവാനായിട്ട് അബിമലേക്ക് തയ്യാറാവുകയാണ്. അബ്രഹാം അബിമലേക്കിനോട് ഭാര്യയായ സാറ തൻ്റെ സഹോദരിയാണ് എന്ന് പറയുമ്പോൾ അബിമലേക്ക് അവളുടെ സൗന്ദര്യത്തിൽ വീണു പോവുകയും സാറായെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അബിമലേക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, നീ ചെയ്യുന്നത് അന്യായമാണ്, ആ മനുഷ്യൻ്റെ ഭാര്യയെ നീ ഒരിക്കലും സ്വന്തമാക്കരുത്. അങ്ങനെ അബിമലേക്ക് അബ്രഹാമിനെ വിളിക്കുകയാണ്, അല്ലയോ സഹോദര, ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ എന്തുകൊണ്ടാണ് എന്നോട് ഇവൾ നിൻ്റെ ഭാര്യയാണ് എന്ന സത്യം മറച്ചു വെച്ചിട്ട് ഇവൾ നിൻ്റെ സഹോദരിയാണ് എന്ന് എന്നോട് അവതരിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, സത്യം സത്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കണം. ഈ കാലഘട്ടം സത്യാനന്തര കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. വാർത്ത എന്ത് പറയുന്നുവോ, സോഷ്യൽ മീഡിയ എന്ത് പറയുന്നുവോ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നല്ലവരെ ചീത്തയാക്കുന്നു, തിന്മ ചെയ്യുന്നവരെ നന്മയുള്ളവരായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ശരിക്കും അബിമലേക്കിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറിയത്. കാരണം അബ്രഹാം പറഞ്ഞു, സാറ എൻ്റെ സഹോദരിയാണ്. നിഷ്കളങ്കനായ അബിമലേക്ക് എന്ന രാജാവ് അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടെ അബിമലേക്കിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അവൻ്റെ മുൻപിൽ സത്യം അസത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സത്യത്തെ സത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം. സത്യത്തെ സത്യമായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റണം. സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവൻ നമ്മെ പഠിപ്പിക്കുന്ന അടുത്ത പാഠം ഇതാണ്. അബ്രഹാമിന് വീഴ്ച പറ്റി, സത്യത്തെ അവൻ തെറ്റായിട്ട് അവതരിപ്പിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം നമ്മോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ സത്യത്തെ സത്യമായിട്ട് തന്നെ അവതരിപ്പിക്കണം. അടുത്തതായിട്ട് അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്,
ദൈവം ഒരു കാര്യം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പൂഴി പോലെ നിൻ്റെ മക്കളെ ഞാനാക്കും. അതായത് ഈ പൂഴി എണ്ണാനായിട്ട് പറ്റില്ല, അതുപോലെ നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കുറച്ച് നാൾ അബ്രഹാം കാത്തിരുന്നു. അപ്പോഴാണ് ഭാര്യ സാറ പറയുന്നത്, എത്ര നാൾ നമ്മളിനിയും കാത്തിരിക്കും? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പ്രിയപ്പെട്ട പരിചാരക ഹാഗാറിനെ നീ സ്വീകരിക്കും, അവളിൽ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും. അങ്ങനെ ദൈവഹിതം നമുക്ക് നിറവേറ്റാം. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കാതെ അക്ഷമയോടെ അബ്രഹാമും സാറായും തങ്ങളുടെ പദ്ധതികൾ ദൈവഹിതത്തിന് മുകളിൽ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഹാഗാറും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായ ഹാഗാറും സാറായും തമ്മിൽ കലഹമായി. ഇസ്മയേലും ഇസഹാക്കും തമ്മിൽ കലഹമായി. അവസാനം തൻ്റെ ഹാഗാറിനെയും തൻ്റെ മകനെയും തെരുവിലേക്ക് അബ്രഹാമിന് ഉപേക്ഷിക്കേണ്ടി വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ്: ദൈവഹിതത്തിനു വേണ്ടി ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം ഒരു പദ്ധതി കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് ചില നിയോഗം ദൈവത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ആ നിയോഗം എപ്രകാരം നിറവേറ്റണമെന്ന് ദൈവത്തിനറിയാം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ആ പദ്ധതി എങ്ങനെ നിറവേറ്റണമെന്ന് ദൈവത്തിനറിയാം. ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ എതിർത്താലും ആ പദ്ധതി കൃത്യമായിട്ട് നിറവേറ്റപ്പെടും. പക്ഷേ ആ പദ്ധതി അല്പം വൈകുന്നത് കൊണ്ട്, ആ ദൈവഹിതം ദൈവനിയോഗം അല്പം കാലതാമസം വരുന്നത് കൊണ്ട്, ആ ദൈവഹിതത്തിന് ആ ദൈവ പദ്ധതിക്ക് അല്പം കാലതാമസം വരുന്നത് കൊണ്ട് നീ നിൻ്റേതായിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ അകത്ത് തിരികെ കയറ്റരുത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ വലിയ പരിണിത ഫലം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്ന അടുത്ത പാഠമെന്ന് പറയുന്നത് ഇതാണ്: ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദാനം ദൈവം നിറവേറ്റും. അതിനാൽ ആ വാഗ്ദാനത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അതിനപ്പുറത്ത് നമ്മുടെ പദ്ധതികളൊന്നും അതിലേക്ക് കൊണ്ടുവരരുത്. അടുത്തതായിട്ട് അബ്രഹാം നമ്മോട് വളരെ ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്: ദൈവത്തിനും നമുക്കുമിടയിൽ മറ്റൊന്നും ഉണ്ടാകരുത്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ, ഒറ്റ കുഞ്ഞേ ഉള്ളൂ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ നീ എനിക്ക് ബലിയർപ്പിക്കണം. ആ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ നീ എനിക്ക് ബലിയർപ്പിക്കണം. കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല. 100 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയൊരു മകനാണ്. ഈ മകനെ താൻ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് സാറായോട് പറഞ്ഞാൽ ആ നിമിഷം സാറ ചങ്കുപൊട്ടി മരിക്കും. എന്തൊരു പ്രതിസന്ധിയിലാണ് അബ്രഹാം നിൽക്കുന്നത്. അബ്രഹാം വളരെ നിസ്സഹായനാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ ജീവിതത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ദൈവത്തെ മറക്കുവാനായിട്ട് അബ്രഹാമിന് സാധിക്കുന്നില്ല. അങ്ങനെ അബ്രഹാം കുഞ്ഞിസഹാക്കിൻ്റെ കുഞ്ഞിളം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മോറിയ മല കയറുകയാണ്. ഈ മോറിയ മലയിൽ അപ്പൻ കത്തിയെടുത്തുയർത്തുമ്പോൾ ആ അപ്പൻ്റെ മനസ്സിലെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഞാൻ ഇസഹാക്കിനെ കണ്ടിട്ടല്ല എൻ്റെ പിറന്ന നാടും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ചത്. ദൈവമേ, ഞാൻ ഇസഹാക്കിനെ കണ്ടിട്ടല്ല ദേശാടനം ചെയ്തത്. ദൈവമേ, ഞാൻ ഇസഹാക്കിനെ കണ്ടിട്ടല്ല നിൻ്റെ വഴിയെ നടന്നത്. ദൈവമേ, ഞാൻ ഇസഹാക്കിനെ കണ്ടിട്ടല്ല നിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ആഗ്രഹിച്ചത്. ദൈവമേ, ഞാൻ ഇസഹാക്കിനെ കണ്ടിട്ടല്ല എൻ്റെ ജീവിതത്തിൽ നിന്നോട് ഞാൻ ചേർന്ന് നിന്നത്. നിന്നെ മാത്രം കണ്ടിട്ടാണ് ദൈവമേ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അതിനാൽ ഇന്ന് എനിക്കും നിനക്കുമിടയിൽ ഇസഹാക്ക് ഒരു തടസ്സമാണെങ്കിൽ എനിക്ക് അവനെ വേണ്ട. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. ദൈവമേ, എനിക്കും നിനക്കുമിടയിൽ ഇസഹാക്ക് ഒരു തടസ്സമാണെങ്കിൽ എനിക്കവനെ വേണ്ട. ഇത് പറഞ്ഞിട്ട് ആ അപ്പൻ സ്വന്തം ചോരക്കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് കത്തി വീശുന്ന ഒരു രംഗം. തളർന്നു പോകാതെ, പിറുപിറുക്കാതെ, ദൈവസ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള വിധേയത്വത്തെ പ്രതി, ദൈവത്തോടുള്ള അനുസരണയെ പ്രതി സ്വന്തം മകന് നേരെ കത്തി ഉയർത്തുന്ന ഒരപ്പനെ നമ്മൾ മോറിയാമലയിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, നമ്മൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാ, നമ്മൾ ദൈവിക കൽപ്പനകൾ പാലിക്കുന്നവരാ. നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് ഉപേക്ഷകൾക്ക് തയ്യാറാകുമോ? നമ്മളൊരു പരിധിക്കപ്പുറത്ത് നമ്മുടെ കംഫോർട്ട് സോൺസ് ഇല്ലാതാക്കി ദൈവത്തെ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമോ? നമ്മൾ ചില അതിര് വെച്ചിട്ടുണ്ട്. ദൈവമേ, നിന്നെ എനിക്കിഷ്ടമാണ്, പക്ഷെ നീ ഈ അതിരിൽ നിന്നാൽ മതി. ദൈവമേ, നിന്നെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, പക്ഷേ അതെന്നെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്കിഷ്ടമുള്ളതും എനിക്കിഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടവരെയും ഉപേക്ഷിച്ചുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഒരു വൃദ്ധപിതാവ് 100 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് കിട്ടിയ പിഞ്ചു കുഞ്ഞിനെ ബലിയർപ്പിക്കുവാനായി തയ്യാറാകുന്നത് ഈ ദൈവത്തോടുള്ള അനുസരണവും ഈ ദൈവത്തോടുള്ള വിധേയത്വവും ഈ ദൈവത്തോടുള്ള സ്നേഹവും കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ കാലഘട്ടവും അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടവും അബ്രഹാമിനെ അനുസരണമുള്ളവൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടവും അബ്രഹാമിനെ വിശ്വസ്തതയും വിധേയത്വവും ഉള്ളവൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവിക കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാൻ അബ്രഹാം കാണിച്ച മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ്. തനിക്കെന്ത് നഷ്ടമുണ്ടാകും എന്ന് നോക്കാതെ, തനിക്കെന്ത് കോട്ടമുണ്ടാകും എന്ന് നോക്കാതെ, തന്നെ നഷ്ടപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു മനുഷ്യൻ, തൻ്റെ പ്രിയപ്പെട്ടവരെയും തൻ്റെ പ്രിയപ്പെട്ടതിനെയും വേണ്ട എന്ന് വെച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ബലി കഴിക്കപ്പെട്ടാലും ദൈവം സന്തോഷിക്കണം എന്നാഗ്രഹിച്ച മനുഷ്യൻ, തൻ്റെ ഇഷ്ടങ്ങൾക്കും തൻ്റെ സ്വപ്നങ്ങൾക്കും തൻ്റെ നേട്ടങ്ങൾക്കും കോട്ടം സംഭവിച്ചാലും ദൈവഹിതം മാത്രം തൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനായിരുന്നു അബ്രഹാം. വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാം വിളിക്കപ്പെടുമ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വിശ്വാസത്തിലൂടെയാണ് നീതീകരണം. ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം നീതിയായിട്ട് ഭവിച്ചു. ഈ കാലഘട്ടത്തിൽ അബ്രഹാമിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ഭയാനകമായൊരു കാര്യമാണ്. കാരണം എല്ലാം നഷ്ടപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അബ്രഹാം. ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, വിശ്വാസം തന്നെ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പലരും വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു. പലർക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പലരും ദൈവത്തെ കാണുന്നത് തങ്ങൾ ആഗ്രഹിക്കുകയും തങ്ങൾ ഇഷ്ടപ്പെടുകയും തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് നൽകുന്ന ഒരു സഹായിയായിട്ടാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അവർ ദൈവത്തെ അവതരിപ്പിക്കുന്നത് എവിടെയോ മറഞ്ഞിരുന്ന് തങ്ങളെ അനുഗ്രഹിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമായിട്ടാണ്. ഈ ഒരു ചിന്തയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കും എപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ദൈവം പ്രദാനം ചെയ്യുകയാണെങ്കിൽ, നൽകുകയാണെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കും. മറിച്ച് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ഹിതത്തിനും എൻ്റെ ആഗ്രഹത്തിനുമെതിരെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ ജീവിതം വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാം നഷ്ടപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ടവരെയോ ഭവനത്തെയോ ഒന്നും ഉപേക്ഷിച്ചതല്ല. അവസാനം മോറിയ മലയിൽ അബ്രഹാം നിൽക്കുന്ന ഒരു നിൽപ്പാണ്. സ്വന്തം മകനെ, അത് 100 വർഷത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു മകനെ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുവാനായി നിൽക്കുന്ന ഒരു നിൽപ്പ്. വിശ്വാസികളുടെ പിതാവ് എന്ന് ഈ മനുഷ്യനെ വിളിക്കുന്നത് ഒരൊറ്റ കാരണത്താലാണ്. സ്വന്തം മകന് നേരെ
കത്തി ഉയർത്തുവാൻ ഈ മനുഷ്യൻ കാണിക്കുന്നൊരു ധൈര്യമുണ്ട്. ഒരുപക്ഷെ പലയാവർത്തി ചിന്തിച്ചു കാണും, നമ്മളെപ്പോലെ മാനുഷികമായിട്ടൊക്കെ ചിന്തിച്ചു കാണും, ദൈവമേ നീ തന്ന ഇവനെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരണമല്ലോ എന്ന്. പക്ഷേ അവസാനം ആ മനുഷ്യൻ തിരിച്ചറിയുന്നു, ദൈവമാണ് എനിക്കെല്ലാം തന്നത്, ദൈവമാണ് ഇവനെ എനിക്ക് തന്നത്. ഇന്ന് എന്നോട് ഇവനെ ചോദിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ആവശ്യപ്പെട്ട കാര്യം ഞാൻ നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അബ്രഹാമിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈ ഒരു അബ്രഹാമിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. വിശ്വാസ ജീവിതം ബലപ്പെടട്ടെ, വിശ്വാസ ജീവിതം ആഴപ്പെട്ടതാകട്ടെ, വിശ്വാസ ജീവിതം കുറേ കൂടി ആഴമുള്ളതാകട്ടെ. അങ്ങനെ അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവിക കൽപ്പനകളോടും ദൈവഹിതത്തോടും ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ